അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നെയ്യൊന്ന് ചൂടാവട്ടെ. ഒന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കശുവണ്ടി ചേർത്ത് കൊടുക്കുക. കശുവണ്ടി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കശുവണ്ടി ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഉണക്കമുന്തിരിയെല്ലാം ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് 2 മീഡിയം സൈസ് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പഴമൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരകിയെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് ചിരകിയെടുത്ത തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂണാണ്. പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി വരണം. ഇപ്പോൾ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. ഈ മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തിളപ്പിച്ചാറിയ പാൽ ഒഴിച്ചു കൊടുക്കുക. 250 ml കപ്പിന് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ പാൽ അളന്നെടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. 150 ml കപ്പിന് 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2ാമത്തെ കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കട്ടകളൊന്നുമില്ല, ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അപ്പത്തിനൊക്കെ ബാറ്റർ റെഡിയാക്കി എടുക്കുന്നില്ല, അതുപോലെ നല്ല ലൂസായിട്ട് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് കട്ടിയാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. അഥവാ കട്ടി കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ വെള്ളമോ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുത്താൽ മതി. നമ്മൾ കലക്കിയെടുത്ത മാവ് ഒന്ന് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തവ ഓവറായിട്ട് അങ്ങ് ചൂടാവരുത്. തവ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. കനം കുറച്ച് പരത്തിയെടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക. ഇതിൻ്റെ പുറമൊക്കെ നല്ലോണം ഡ്രൈ ആയി വരണം. ഇപ്പോൾ ഇതിൻ്റെ പുറമൊക്കെ അത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്നും എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ ഓരോന്നും ഇതുപോലെ ചുട്ട് ആ ചൂടോടുകൂടി തന്നെ ഇതിൽ ഫില്ലിങ്ങും കൂടെ നിറച്ച് കൊടുക്കണം. ചുട്ടെടുത്തത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഒരറ്റത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ആ ചൂടോടുകൂടി തന്നെ ചെയ്യുക. ചൂട് മാറിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ 2 അറ്റവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. എല്ലാം ഒന്ന് റോൾ ചെയ്യുക. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇതെല്ലാം ഫില്ലിംഗ് ഒക്കെ വെച്ച് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, സ്നാക്സ് ആയിട്ടും കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്